NABH 6th edition, AAC 7A. ഏഴാമത്തെ നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ വളരെ കൃത്യമായി ക്വാളിറ്റിയും സേഫ്റ്റിയും നമ്മുടെ ലബോറട്ടറിയിൽ വേണം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റിയും സേഫ്റ്റിയും അഷുറൻസ് വരുത്തുന്നതിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ISO 15189 2022 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡും NABLൻ്റെ സ്റ്റാൻഡേർഡും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത് ലബോറട്ടറി ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് എന്നാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം എന്നത് ഡോക്യുമെൻറ്റും ചെയ്തിരിക്കണം. എന്തൊക്കെയാണത് നമ്മൾ ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ ഹാസ് എ ക്വാളിറ്റി അഷുറൻസ് ഡോക്യുമെൻറ്റ്, ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, ഇറ്റ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് ദ ആക്യുറസി ആൻഡ് പ്രിസിഷൻ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. നമുക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം എടുത്തവിടെ പറയുന്നതുണ്ട്. പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. പ്രോഗ്രാം ഷാൾ ആൾസോ ഇൻക്ലൂഡ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ നമുക്ക് ചില റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. എന്തിനെക്കുറിച്ചുള്ള റിട്ടേൺ ഗൈഡൻസ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അനലിറ്റിക്സിൻ്റെ പ്രീ അനലിറ്റിക്കൽ പോസ്റ്റ് അനലിറ്റിക്കൽ ആ ഒരു സൈക്കിൾസ് ഉണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന്. ആ ഓരോ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും ഈ ഒരു 3 ടെസ്റ്റിംഗ് സ്റ്റേജസിൻ്റെ സൈക്കിളിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം ഉണ്ടാകണം. ഒരു എക്സ്റ്റേണൽ ക്വാളിറ്റി അഷുറൻസ് മാനേജ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. കഴിഞ്ഞില്ല. നമുക്ക് ഒരു മെക്കാനിസം ഫീഡ്ബാക്ക് എടുക്കാനായിട്ടുണ്ടാവണം. ഈ റിസൾട്ട് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ നിന്നും പേഷ്യൻ്റിൻ്റെ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് നിരന്തരമായിട്ട് എടുക്കാം. അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു തവണ ഇത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഒരു പ്രധാന കാര്യമാണ്. അതുപോലെയാണ് കാലിബ്രേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സിൻ്റെ കാലിബ്രേഷൻ നടത്തി അതിൻ്റെ ആക്യുറസി നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. കൂടാതെയോ നമുക്ക് ഈ ഇത്തരത്തിൽ സംഭവിക്കാവുന്ന ഏതെങ്കിലും പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ അത് ഡോക്യുമെൻ്റ് ചെയ്യണം. എന്ത് ഡോക്യുമെൻ്റ് ചെയ്യണം? അങ്ങനെ ഉണ്ടായ ആ പ്രശ്നത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യൂ, എങ്ങനെ നാളെ വരാതിരിക്കാൻ നമ്മളൊരു നീക്കം നടത്തി കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷർമെൻറ്റ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഏഴാമത്തെ സ്റ്റാൻഡേർഡ് AACയിൽ പറയുന്നത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ലാബിൽ ഉണ്ടാകണമെന്നാണ്. അതിന് നമുക്കൊരു ക്വാളിറ്റി പ്രോഗ്രാം ഉണ്ടാകണം. ആ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്.